ഏകദേശം ഇവിടെ വെള്ളം ഇങ്ങനെ കടന്നു തുടങ്ങിയിട്ട്? ഉച്ച മുതൽ തുടങ്ങിയതാണ് അല്ലേ? ഉച്ചയ്ക്കാണ് അപ്പോൾ ഈ ഒഴുക്ക് കൂടുതലായിട്ട് റോഡ് കവർ ചെയ്ത് വന്നിട്ടുള്ളത്. എന്താണ് പേരെന്താ? സെക്യൂർ. ഇവിടെ തന്നെയാണോ താമസിക്കുന്നത്? ഇവിടെ അടുത്ത് ഇവിടെ ഫാക്ടറിയിലുള്ളതാ? അപ്പോൾ ഇദ്ദേഹം ഈ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇത് എന്താണ് അവസ്ഥ എന്ന് നോക്കാൻ വേണ്ടി വന്നത്. എനിക്കൊരു കൊച്ചുള്ളതല്ല, അപ്പോൾ ഇങ്ങോട്ട് കൊടുന്നില്ല, അവിടെ നിർത്തിയേക്കുക. അപ്പോൾ എന്താണ്, നമുക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റുവാണെങ്കിൽ പോവാന്ന് വിചാരിച്ച് വന്നതാണ്. പോയി നോക്കാം. അപ്പോൾ പറ്റില്ല. അപ്പം അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ചൂണ്ടൽ. കോഴിക്കോട് തൃശ്ശൂർ ദേശീയപാത ചൂണ്ടലിലാണ്. പാറന്നൂർക്ക് എത്തുന്നതിൻ്റെ മുന്നേ ചൂണ്ടലിലാണ് കേട്ടോ ഇത്. ഐസ് ഫാക്ടറിയുടെ അവിടെയാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. ഇപ്പോൾ വെള്ളം കയറിയിട്ട് റോഡ് മുഴുവൻ വെള്ളത്തിലാണ്. ഇവിടെ രക്ഷാപ്രവർത്തനം പോലെ പോലീസുണ്ട്, കുന്നംകുളം പോലീസുണ്ട്. കുന്നംകുളം പോലീസിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ ഇപ്പോൾ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഏകദേശം സമയം ഉച്ചതിരിഞ്ഞൊരു 4:30 ഒക്കെ ആയിട്ടുണ്ട്. ആ ടൈമിലാണ് ഇപ്പോൾ ഇങ്ങനെ റോട്ടിൽ കൂടെ വെള്ളം പോകുന്നത്. ഇത്രയും നേരം ഇവിടെ വണ്ടികളായിരുന്നു. അപ്പോൾ ഇത് ഉച്ച മുതലാണ് ഇത്ര വെള്ളം ഇങ്ങനെ മറിഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് കാണുന്ന അധികൃതർ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തുക, വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക, പറ്റാവുന്ന അത്ര ചെയ്തു കൊടുക്കുക കേട്ടോ. നമ്മുടെ ചാനലിലൂടെ ഇത് കാണിക്കുന്ന ഓവറായിട്ട് നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ ഇടിഞ്ഞതാണ് ഈ കലിങ്കൊക്കെ. ഇത് നമ്മൾ നിൽക്കുന്നത് ചൂണ്ടലുള്ള ഐസ് ഫാക്ടറിയുടെ മുമ്പിലാണ് കേട്ടോ. അപ്പോൾ അപ്പുറത്തേക്ക് പാറന്നൂരാണ്. പാറന്നൂർ ചിറയിൽ നിന്ന് വരുന്ന വെള്ളമുണ്ട്, പാടത്തു നിന്ന് വരുന്ന വെള്ളമുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് കടക്കാൻ പറ്റത്തില്ല. എന്തായാലും എങ്ങനെ പോയാലും നമുക്കിതാ കണ്ടോ, ഇത്രയും ജനങ്ങളാണ് ഇവിടെ നിന്നുകൊണ്ടിരിക്കുന്നത്. വണ്ടിയെല്ലാം ബ്ലോക്കഡാണ്. പിന്നെ നമുക്ക് അങ്ങോട്ട് കടക്കണമെങ്കിൽ ഈ റോഡല്ലാതെ വേറൊരു മാർഗം നമുക്കില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും ജാഗ്രത പുലർത്തുക. അതാ പറമ്പിലൊക്കെ വെള്ളം കയറി കണ്ടോ. ഇത് ഇപ്പോൾ നമ്മുടെ ചൂണ്ടൽ പാലാണ് കേട്ടോ. ചൂണ്ടൽ പാലാണിത്. 2 വീലർ വരുന്നവർ സൂക്ഷിക്കുക. 2 വീലറായിട്ട് അങ്ങോട്ട് കടക്കാനേ പറ്റില്ല കേട്ടോ. ഇതാണ് ഇപ്പോൾ ഒരു അവസ്ഥ. ഇവിടുത്തെ പറമ്പിൽ കൂടെ ഒക്കെ വെള്ളം വരുന്നുണ്ടോ. അപ്പം അങ്ങനെ ഇത് നമ്മുടെ ചൂണ്ടൽ പാലത്തിൻ്റെ മുകളിലാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ചൂണ്ടൽ പാലാണ് ഈ കാണുന്നത്. അപ്പോൾ അവിടെ ഭയങ്കരമായിട്ട് കേച്ചേരി റോട്ടിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട്, അതായത് ദേശീയപാതയിലാണ്, കേച്ചേരിക്ക് കടക്കാൻ വേണ്ടിയിട്ട് ഉള്ള വണ്ടികളാണ് ഈ കിടക്കുന്നത്, ലൈനിൽ കടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മുടെ ഐസ് ഫാക്ടറിയുടെ അപ്പുറത്ത് വെള്ളം മറിഞ്ഞൊഴുകുകയാണ്.
ഇത് കണ്ടോ, ഇത് നമ്മുടെ ചൂണ്ടൽ പാലത്തിൻ്റെ താഴെയുള്ള BRDയുടെ അതല്ല BRD അല്ല മാരുതി സുസുക്കിയുടെ സർവീസ് സെൻറ്ററും അതുപോലെ കാറിൻ്റെ യൂസ്ഡ് കാർ ഷോറൂമാണ്. ഇവരെന്തായാലും ഇവിടെ ഇടാറുള്ള കാറുകളെല്ലാം മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഷട്ടറിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഉള്ളിലേക്ക് വെള്ളം കയറുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കണതാ. ഷട്ടറിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഉള്ളിലേക്ക് ധാരാളം വെള്ളം കയറുന്നുണ്ടെങ്കിൽ കൂടി അവർ വണ്ടികളെല്ലാം അവിടുന്ന് മാറ്റിയിട്ടുണ്ട് തോന്നുന്നുണ്ട്. ഇത് ടോപ്പിലേക്ക് ഇട്ടിട്ടുണ്ട് വണ്ടിയെല്ലാം. പക്ഷേ കണ്ടോ, മുകളിൽ ഇട്ടിട്ടുണ്ട് കാറ്. എങ്കിലും നിറയെ ഓരോ നിമിഷം കൂടുന്തോറും വെള്ളതാ ഇങ്ങനെ കൂടി വരിക തന്നെയാണ് കേട്ടോ. വെള്ളത്തിനൊരു കുറവൊന്നുമല്ല, വെള്ളം കൂടി തന്നെയാണ് വരുന്നത്. നമ്മൾ വരുമ്പോഴത്തെ വെള്ളമല്ല, ഇപ്പോൾ വീണ്ടും കൂടി വരിക തന്നെയാണ്. ഇതാ പറമ്പുകളിലൂടെയൊക്കെ വഴി മാറി ഒഴുകാൻ സ്ഥലമില്ലാതെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴ വരുന്നുണ്ട് കണ്ടോ. ഇത് അടിയിൽ പാലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് പാലത്തിൻ്റെ മുകളിലാണ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ ഒരു അവസ്ഥ. അപ്പോൾ ഇതാണ് മാരുതി സുസുക്കിയുടെ പോപ്പുലർ വെഹിക്കിളിൻ്റെ സർവീസ് സെൻ്ററാണ്. വെള്ളം കയറി ഇതുവരെ എത്തി തുടങ്ങിയിട്ടുണ്ട്. ബാക്കി ഇനി അങ്ങോട്ടുള്ള കാര്യം എന്താണെന്ന് നമുക്കറിയില്ല. കുറേശ്ശെയായി അടിക്കടി വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓരോ സൈഡിന് വെള്ളം പോകാനുള്ള ഗ്യാപ്പും ഇല്ല ഇവിടെ കണ്ടോ, അങ്ങനെ കയറിയിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ പോലീസ് അതുപോലെ എല്ലാ കുന്നംകുളം പോലീസിൻ്റെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇതാ AM മോട്ടോഴ്സിലും വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ. വേറെ ഫോഴ്സൊക്കെ പോകുന്നുണ്ട് കേട്ടോ. എന്തായാലും ഈ ഒരു അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. AK മോട്ടോഴ്സ്, AM മോട്ടോഴ്സ് അല്ല AK മോട്ടോഴ്സാണ് കേട്ടോ. ചൂണ്ടലുള്ള AK മോട്ടോഴ്സാണിത്. അപ്പോൾ അവരുടെ ടയറും അതുപോലെ യൂസ്ഡ് കാറിൻ്റെ ഷോറൂമാണ്. കാറുകളെല്ലാം മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടുന്ന്. അതുപോലെ ടയറൊക്കെ വെള്ളത്തിലാണ്. ഇത് കണ്ടു, ഇവിടെ ഗ്രില്ലിനകത്ത് നിറയെ വെള്ളമാണ്. ഇപ്പോൾ ഇവിടെ കുറച്ച് ഉയരമായതുകൊണ്ട് ഇങ്ങോട്ടേക്ക് കയറില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നല്ല ഒഴുക്കുണ്ട് കേട്ടോ വെള്ളത്തിന്.